മലയാളക്കരയിൽ ഒരു സരസ്വതി ക്ഷേത്രമില്ലാത്തതിനാൽ ആദിശങ്കരൻ കുടജാദ്രിയിൽ തപസ്സനുഷ്ഠിക്കുകയും ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ കൂടെ വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. ഈ ആഗ്രഹം ദേവി നിറവേറ്റാമെന്ന് അരുളി ചെയ്തു. പക്ഷേ ഒരു ഉപാധി വെച്ചു. ശങ്കരൻ മുന്നേ നടന്നോളൂ, ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ അവിടെ പ്രതിഷ്ഠിതയാവുമെന്നും ദേവി വ്യവസ്ഥ വെച്ചു. അങ്ങനെ ശങ്കരൻ മുന്നേ നടക്കുകയും ദേവി അനുഗമിക്കുകയും ചെയ്തു. നടന്ന് സൗപർണിക തീരത്തെത്തിയപ്പോൾ ഒഴുക്കിന്റെ ശബ്ദം കാരണം ദേവിയുടെ കാലൊച്ച കേൾക്കാതെയായി. ദേവി തന്റെ കൂടെ ഇല്ലല്ലോ എന്ന് വ്യസനിച്ച ശങ്കരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ, നീ വ്യവസ്ഥ ലംഘിച്ചതിനാൽ താൻ ഇവിടെ ഉപവിഷ്ടയാവുകയാണെന്നും മലയാളികൾ തന്നെ ഇവിടെ വന്ന് കാണണമെന്നും ദേവി അരുൾ ചെയ്തു. തന്റെ തെറ്റിന് മാപ്പ് അപേക്ഷിച്ച ശങ്കരനോട് എല്ലാ ദിവസവും ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നിർമാല്യ സമയത്ത് താൻ ദർശനം നൽകാമെന്നും അതിനുശേഷം കൊല്ലൂരിലേക്ക് പോകുമെന്നും ദേവി അറിയിച്ചു എന്നാണ് ഐതിഹ്യം. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.